മുതലാളി, എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം. എന്താ വരുമുള്ള വിശേഷം? മോക്ക് നല്ല സുഖമില്ല. ഓമനിക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ചു. പരമുള്ള പോയിക്കോളൂ. ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം. മോനെ, ഓമനയ്ക്ക് പനി വളരെ കൂടുതലാണ്. ഓമനെ, ചേട്ടൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാനിരുന്നതാ. ഈ രാത്രി ഇനി എന്ത് ചെയ്യും മോനെ? അമ്മാവൻ വിഷമിക്കണ്ട. നാളെ രാവിലെ മുതലാളിയുടെ കുറച്ച് പണം ഞാൻ കടം വാങ്ങിക്കാം. ഓമനെ നാളെ തന്നെ നമുക്ക് ടൗണിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതെല്ലാം അവിടെ വന്നറിയാം. കാർ നിർണയിച്ചിട്ടുണ്ട്. ഇത്തവണത്തേക്ക് മാപ്പ്. മാപ്പ് എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. റോബർട്ട്, കൊണ്ടുവയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഖാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല. ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണമോ? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തായിരിക്കും. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് എതിർക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. ഈ കുട്ടിക്ക് തലച്ചോറ് സംബന്ധമായ അസുഖമാണ്. ഉടനെ നല്ലൊരു ഡാക്ടറെ കാണിക്കണം. വൈദ്യരെ താമസിക്കണ്ട, ഉടനെ വേണം. ഞാൻ വരട്ടെ. മോളെ, ഓമനെ, ഓമനിക്ക് മോള് കരയാതെ. വിജയൻ ഇപ്പൊ പണവും കൊണ്ടുവരും. എന്നാൽ ഉടനെ നമുക്ക് ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. അഡ്വാൻസ് വേണം പോലും. നീ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കുഴപ്പം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു.
നീ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് ഞാൻ ധരിച്ചില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും നിന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. സാർ, യു മേ ഗോ ഔട്ട്. അല്ല മോനെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഓമനയ്ക്ക് അസുഖം കൂടുതലാണ്. ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഏ? ജോലി നഷ്ടപ്പെട്ടെന്നു? അപ്പൊ എന്റെ മോള് ഉടനെ നല്ല ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ എന്റെ മോളുടെ ജീവൻ അപകടത്തിലാകുമെന്നാണ് വൈദ്യര് പറഞ്ഞത്. ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം? അമ്മാവ് വിഷമിക്കണ്ട. ഓമനെ നമുക്ക് വലിയ ഡോക്ടറെ കാണിക്കാം. വെരി ഗുഡ്. നിന്റെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും എന്തെങ്കിലും പരീക്ഷണമുണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് ഒരു മനം മാറ്റത്തിന് കാരണം? എന്റെ ജോലി എന്താണെന്ന് പറയണം. വളരെ വിഷമം പിടിച്ച ഒരു ജോലിയാണ് നിനക്ക് ചെയ്യാനുള്ളത്. സഹായത്തിന് ഖാദറിനെയും കൂട്ടിക്കൊള്ളു. എന്റെ ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെത്ര വിഷം പിടിച്ചതാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. യേശ്, എങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് രാത്രി കായൽക്കരയിലുള്ള മുളമ്പാലത്തിനടുത്ത് ഒരു ബോട്ട് വന്ന് നിൽക്കും. ഇതിന്റെ പകുതി ബോട്ടിൽ വന്നിറങ്ങിയ ആളുടെ കൈവശം കാണും. രണ്ടും ചേർത്ത് നോക്കിയ ശേഷം അയാൾ നിന്റെ കയ്യിൽ ഒരു പെട്ടി തരും. ആ പെട്ടി നീ ഇവിടെ എത്തിക്കണം. ഇത്രയേ ഉള്ളൂ. വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. എതിരാളിയുടെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടായേക്കാം. അക്രമങ്ങളെ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നത്. ആ, നിനക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം. വെരി ഗുഡ്. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നീ അവിടെ എത്തിയിരിക്കണം. ഓക്കെ? ശരി. ഈ ഫോട്ടോ ആര് സമ്മതിച്ചു? ശ്രീധരൻ മുതലാളി. അപ്പോൾ നീ
വണ്ടർഫുൾ. വിജയൻ അറിയാമോ ഇന്ന് നാം നേടിയ രത്നത്തിന് എന്ത് വില വരുമെന്ന്? 50 ലക്ഷത്തിൽ പരം രൂപ. അറിയാം. അത് മാത്രവുമല്ല, ഇതിവിടെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രവും എനിക്ക്. തന്ത്രം? അതെ, നൂല് കെട്ടി മലയെ വലിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ? നീ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? ശ്രീധരൻ ഏർപ്പെടുത്തിയ ഒരു കള്ളക്കടത്തല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങളുടേതാക്കിയത്? വിജയൻ, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിലെ ഒരു സാധാരണ സംഭവമാണ്. ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽ മുടക്ക്. അതുള്ളവർക്കാണ് അന്തിമ വിജയവും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ പെട്ടി ഇവൻ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഇതാ 10,000 രൂപയുണ്ട്. എന്തിനാ ഇത്? 1 മാസത്തെ ശമ്പളം മുൻകൂട്ടി. 50 ലക്ഷം നേടിത്തന്നിട്ട് 10,000 രൂപയോ? കൊള്ളാം. എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സൂഹിക്കണ്ട. എനിക്കിതിന്റെ നേരെ പകുതി കിട്ടണം. നീ കണക്ക് പറയുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളൂ. പറ്റില്ലെങ്കിൽ പറയൂ. ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കാം. എന്തു പറയുന്നു? ഒരു പൈസ കൂടുതൽ തരാൻ സാധ്യമല്ല. ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് 10,000 രൂപയെ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല, താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം. എന്തു പറയുന്നു? ഇതിന്റെ നേർപകുതി എനിക്ക് തരുന്നോ, അതോ ഞാൻ ഇതിന്റെ ശരിയായിട്ടുള്ള ഉടമസ്ഥനെ ഏൽപ്പിക്കണം? വിജയൻ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ എല്ലാ ബിസിനസ്സിലും 50-50. എന്തിനു നീയൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നു? കേവലം ഒറ്റ ഒരുത്തനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെയാണ് എന്റെ അനുയായികളെന്ന് പറഞ്ഞ് നടക്കുന്നത്. ലജ്ജയാകുന്നു. എന്നെ തോൽപ്പിക്കാൻ വളരെ കാലമായി വിക്രമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ള ധൈര്യമില്ലായിരുന്നു മാത്രം. ഇപ്പോൾ ഈ ധൈര്യമുണ്ടായതിന്റെ പിന്നിൽ മറ്റൊരു ശക്തിയുടെ പിൻബലമുണ്ട് സർ. ഏത് ശക്തി? വിജയൻ എന്നൊരു ചെറുപ്പം. വിജയൻ? പാവം. കളിച്ച് ശ്രീധരനോടാണെന്ന് അവൻ അറിഞ്ഞിരിക്കയില്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഇത്രയധികം രൂപ? അതെല്ലാം പറയാം. അമ്മാവൻ ആശുപത്രി പോകാൻ തയ്യാറാകും. എടാ സത്യം പറ, നീ മോഷ്ടിച്ചോ? അല്ല, ജോലി തന്നെ ഉണ്ടാക്കിയതാണ്. ജോലി ചെയ്തുണ്ടാക്കിയോ? ഇത്രയധികം പണം ഇത്ര പെട്ടെന്ന് എന്ത് ജോലിയാടാ ചെയ്തത്? അമ്മാവൻ സമയം കളയാതെ ഓമനയെ എടാ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലൽ എന്താണെന്ന് അറിയിക്കാതെ നിന്നെയൊക്കെ വളർത്തിയത് ഇതിനല്ലായിരുന്നടാ. സത്യം പറയടാ, ഈ രൂപ എവിടെ നിന്ന് കിട്ടി? സത്യസന്ധമായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് വിധിയില്ല ബാബ. നിന്റെ അച്ഛനും അമ്മയും ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നല്ല പ്രായത്തിൽ അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നടാ പോലെ. ഈ പണം കൊണ്ട് എന്റെ ഓമന രക്ഷപ്പെടുന്നതിനേക്കാൾ അവൾ മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇതെവിടെ നിന്ന് വാങ്ങിച്ചോ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. തിരിച്ചു കൊടുക്കാവുന്നിടത്തുനല്ല ഇത് വാങ്ങിയത്. എങ്കിൽ ഈ പണവും അതുണ്ടാക്കിയവനും ഇനി ഈ വീട്ടിൽ കാണാൻ പാടില്ല. കണക്കു പുറത്ത്. പരമുകളുടെ മകൾ പനി പിടിച്ച് ചത്തുപോയാൽ പരമുകളിലേക്കേ ദുഃഖമുള്ളൂ. തെമ്മാടികൾ കൊന്നുകളഞ്ഞ രാജവർമ്മ സാറിന്റെ മകൻ തെമ്മാടിയായി പോയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കയില്ല. ഈ പണവുമായിട്ട് കണക്കു പുറത്ത്. ഇറങ്ങുന്നു അമ്മാവ. ഈ കുടിലിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ഞാൻ ചെയ്തത്. ഈ പണം സ്വീകരിക്കാൻ പ്രയാസമാണെങ്കിൽ തീയിലിട്ട് കരിച്ചു കളയൂ. അതിനോടൊപ്പം എന്റെ ഹൃദയത്തിന്റെ നല്ലൊരു ഓഹരിയും ഉണ്ടായിരിക്കും. എന്റെ ഓമനയുടെ ശവദാഹത്തിന് പോലും ഈ പണം വേണ്ട. ഇത് തീരുമാനമാണോ? അതെ. പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ഒരിക്കലുമില്ല. രേവതി, നമുക്ക് പോകാം. അവളെ എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ കാരണം
അമ്മാവൻ ചീത്തപ്പേരുണ്ടായെന്നാണ് അമ്മാവൻ പറയുന്നത്. എന്റെ അനുജത്തി മൂലം അമ്മാവൻ ചീത്തപ്പേരുണ്ടാകരുത്. വരൂ, നമുക്ക് പോകാം. രേവതി, നിനക്ക് അമ്മാവന് വേണോ ചേട്ടന് വേണോ? തീരുമാനിക്കൂ. പോയിട്ട് വാ മോളെ. നിന്റെ സ്വന്തം ചേട്ടനാണ് വിളിച്ചത്. ഞാൻ നിങ്ങളുടെ ആരുമല്ല. പോ. അമ്മാവ, ആട്ടും തോലിട്ട് ചെന്നായ്ക്കളെ ജീവിക്കണമെങ്കിൽ ആട്ടുംകുട്ടികളും ചെന്നായുടെ തോലിടണം. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ഹൃദയത്തിലെന്നും അമ്മാവനുണ്ടായിരിക്കും. വരൂ. രേവതി ഇന്ന് വരെ എന്നെ പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്റെ എല്ലാം ഇവളാണ്. അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ ഹോസ്റ്റൽ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ഇവിടെ താമസിക്കുന്ന കുട്ടികളെയൊക്കെ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഞാൻ കരുതുന്നത്. രേവതി, ശ്രദ്ധിച്ചു പഠിക്കണം. പിന്നെ ഇത് നാട്ടുംപുറമല്ല, നഗരമാണ്. എല്ലാം സൂക്ഷിക്കേണ്ടത് നീയാണ്. ചേട്ടൻ എന്നും വരുമോ? വിഷമിക്കാതെ. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മാറ്റിനോട് പറഞ്ഞാൽ മതി. പിന്നെ കൂടെ ഞാൻ നിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇത് കൈവച്ചുള്ളൂ. അപ്പോൾ മാറ്റൻ, ഞാൻ വരട്ടെ. ഡോക്ടർ, എന്റെ മോള് 2-3 ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല. കുട്ടിക്ക് നല്ല പനിയുണ്ട്. തലച്ചോറിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങളുണ്ട്. ഈ നില തുടർന്നു പോയാൽ രക്ഷപ്പെട്ടാൽ കൂടെ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ചേക്കും. ഡോക്ടർ, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ധൈര്യമായിരിക്കും.